നമസ്കാരം. നമ്മൾ സയൻസിലെ ടോപ്പിക്സ് പഠിച്ചു തുടങ്ങുകയാണ്. സയൻസിലെ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും എന്ന ടോപ്പിക്സ് പഠിച്ചു തുടങ്ങുകയാണ്. 10th പ്രിലിംസിനും LDCക്കും LGSനും എല്ലാ എക്സാമിനുമുള്ള ടോപ്പിക്കാണ് ജീവകങ്ങൾ. നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതാണ് വൈറ്റമിൻസ്. വൈറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങൾ നമ്മുടെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതാണ്. ഈ വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് അപര്യാപ്തത രോഗങ്ങളെന്ന് പറയുന്നത്. വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം നമുക്കുണ്ടാകുന്ന രോഗങ്ങളെയാണ് അപര്യാപ്തത രോഗങ്ങളെന്ന് പറയുന്നത്. നമുക്ക് ആദ്യത്തെ വൈറ്റമിനായ വൈറ്റമിൻ എയെക്കുറിച്ച് നോക്കാം. വൈറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുന്നത്. ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. വൈറ്റമിൻ എ ആണ് റെറ്റിനോൾ. ഈ വൈറ്റമിൻ എ കണ്ടുപിടിച്ചത് മെക്കല്ലമാണ്. മെക്കല്ലം 1913 വൈറ്റമിൻ എ കണ്ടുപിടിച്ചത്. നമുക്കറിയാം വൈറ്റമിൻസ് കണ്ടുപിടിച്ചത് 1912 ഡോക്ടർ കാസിമിർ ഫങ്കാണ്. അത് കഴിഞ്ഞ് 1913 വൈറ്റമിൻ എ മെക്കല്ലം കണ്ടുപിടിച്ചു. കരോട്ടിനോൾ, ആൻറ്റി സിറോഫ്താൽമിക് എന്നൊക്കെ അറിയപ്പെടുന്നതും വൈറ്റമിൻ എ ആണ്. കരോട്ടിനോൾ എന്നും ആൻറ്റി സിറോഫ്താൽമിക് എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. അടുത്തത് വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, അതുപോലെ സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയയും. നിശാന്തത എന്ന് പറയുമ്പോൾ നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കില്ല. മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കാത്ത രോഗമാണ് നിശാന്തത എന്ന് പറയുന്നത്. എന്നാൽ സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർണിയ നനവില്ലാത്തതും അതാര്യമാവുന്നതുമായ അവസ്ഥയാണ് സിറോഫ്താൽമിയ. അപ്പം നിശാന്തതയും സിറോഫ്താൽമിയയും. നിശാന്തത മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കില്ല. സിറോഫ്താൽമിയ ആണെങ്കിൽ കോർണിയ നനവില്ലാത്തതും അതാര്യവുമാകുന്ന അവസ്ഥയാണ്. ഈ 2 രോഗങ്ങളാണ് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത്. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മത്സ്യം, അത് കണക്ക് മുട്ട, ഇലക്കറി, പപ്പായ, ഇതിനകത്തൊക്കെ വൈറ്റമിൻ എ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. മത്സ്യം, മുട്ട, ഇലക്കറി, പപ്പായ, ഇതിലൊക്കെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കണ്ണിൻ്റെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ എ. ചുവന്ന മലക്കറികൾ എന്ന് പറയുമ്പോൾ ചീര, ഇതിലൊക്കെ ചുവന്ന ചീരയൊക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കരളിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാലും വൈറ്റമിൻ എ ആണ്. അതും പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. കരളിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാലും വൈറ്റമിൻ എ ആണ്. അപ്പം നമുക്ക് വൈറ്റമിൻ എയെ കുറിച്ച് ഒന്നും കൂടെ നോക്കാം. വൈറ്റമിൻ എ ഒന്നുകൂടെ പറയാം. ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുന്നത്. 1913 മെക്കല്ലമാണ് കണ്ടുപിടിച്ചത്. കരോട്ടിനോൾ എന്നും ആൻറ്റി സിറോഫ്താൽമിക് എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയയും. നിശാന്തത എന്ന് പറയുമ്പം മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കാത്ത അസുഖമാണ്. സിറോഫ്താൽമിയ എന്ന് പറയുമ്പം നമ്മുടെ കോർണിയ നനവില്ലാത്തതും അതാര്യമാവുന്നതുമായ അവസ്ഥയാണ്. മുട്ട, മത്സ്യം, ഇലക്കറി, പപ്പായ, ഇതിലൊക്കെ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കണ്ണിനും ത്വക്കിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമാണ് വൈറ്റമിൻ എ. അതുപോലെ ചുവന്ന മലക്കറികളിലും ധാരാളം അടങ്ങിയിട്ടുണ്ട്. കരളിൽ നിർമ്മിക്കുന്ന ഒരു വൈറ്റമിനും വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ ഡി ആണ് രണ്ടാമത് നമ്മൾ നോക്കുന്നത്. വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി തന്നെയാണ്. വൈറ്റമിൻ ഡി കണ്ടുപിടിച്ചത് മെക്കല്ലമാണ്. 1922 വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇത് കുട്ടികളിലുണ്ടാകുന്ന രോഗമാണ്. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് കുട്ടികളിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്നൊരു രോഗമാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്.
അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മുടെ ത്വക്കിൽ നിർമ്മിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതുപോലെ പല്ല്, എല്ല് ഇവയുടെയൊക്കെ ഉറപ്പിന്, നമ്മുടെ പല്ല്, എല്ല് ഇവയുടെയൊക്കെ ഉറപ്പിന് ആവശ്യമായിട്ടുള്ളതും വൈറ്റമിൻ ഡി ആണ്. അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ് ഇവയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി ആണ്. പാലിലും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതും വൈറ്റമിൻ ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നത് ആയതുകൊണ്ട് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണ്. അതുപോലെ നമ്മുടെ നാഡിയുടെ ആരോഗ്യത്തിനും വൈറ്റമിൻ ഡി ആവശ്യമാണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഒന്നുകൂടെ പറയാം. വൈറ്റമിൻ ഡി ആണ് കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നത്. മെക്കെല്ലം തന്നെയാണ് കണ്ടുപിടിച്ചത്. വൈറ്റമിൻ എ കണ്ടുപിടിച്ചത് മെക്കെല്ലമാണ്. വൈറ്റമിൻ ഡി മെക്കെല്ലം 1922 കണ്ടുപിടിച്ചു. ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇത് കുട്ടികളിലാണ് കാണപ്പെടുന്നത്. അതുപോലെ സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മുടെ ത്വക്കിൽ നിർമ്മിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതുപോലെ നമ്മുടെ പല്ല്, എല്ല് ഇവയുടെയൊക്കെ ഉറപ്പിന് ആവശ്യമാണ്. കാൽസ്യം, ഫോസ്ഫറസ് ഇവയുടെ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. പാലിലും കൂടുതലായിട്ട് വൈറ്റമിൻ ഡി കാണപ്പെടുന്നുണ്ട്. സൺഷൈൻ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാഡിയുടെ ആരോഗ്യത്തിനും ആവശ്യമാണ്. വൈറ്റമിൻ ഇയെ പറ്റി നോക്കാം. അടുത്തത് വൈറ്റമിൻ ഇ ആണ് ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്നത്. വൈറ്റമിൻ ഇ ആണ്. അതുപോലെ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. ഇതുമൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. വൈറ്റമിൻ ഇയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ഒരു ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ ഇ തന്നെയാണ്. അതുപോലെ പ്രത്യുൽപാദന അവയവത്തെ സ്വാധീനിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ ഇ ആണ്. മുളപ്പിച്ച പയറിലും മുട്ടയുടെ മഞ്ഞ, കപ്പലണ്ടി ഇതിലൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിനാണ്. ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. അതുപോലെ ഒരു ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിനും പ്രത്യുൽപാദന അവയവത്തെ സ്വാധീനിക്കുന്ന വൈറ്റമിനൊക്കെ വൈറ്റമിൻ ഇ ആണ്. മുളപ്പിച്ച പയറിലും മുട്ടയുടെ മഞ്ഞയിൽ, കപ്പലണ്ടിയിലൊക്കെ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അടുത്ത വൈറ്റമിൻ കെ നോക്കാം. വൈറ്റമിൻ കെ ആണ് ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്നത്. എന്നറിയപ്പെടുന്ന വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് രക്തസ്രാവം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. അപ്പോൾ നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്. ഈ വൈറ്റമിൻ കെയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് രക്തസ്രാവം. അതുപോലെ നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ കെ ആണ്. നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ കെ ആണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ കരളിൽ നിർമ്മിക്കുന്ന വൈറ്റമിനാണെങ്കിൽ വൈറ്റമിൻ എ ആണ്. കരളിൽ നിർമ്മിക്കുന്നത് വൈറ്റമിൻ എയും കരളിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ളത് വൈറ്റമിൻ കെയുമാണ്. ഇത്രയായപ്പോൾ നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ എ, ഡി, ഇ, കെ ഇത്രയും വൈറ്റമിൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അടുത്തതെന്ന് പഠിക്കാനുള്ളത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനായ ബിയും സിയുമാണ്.